566 രൂപ അടയ്ക്കണം എന്നതിന്റെ പേരിലാണ് ഇവരുടെ ഈ മഴക്കാലത്ത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ വീട്ടിലെ കറണ്ട് കട്ട് ചെയ്തത്. നിങ്ങൾ ആശുപത്രിയിലായിരുന്ന സമയത്താണ് വൈഫിന് എന്ത് പ്രതിസന്ധി ഉണ്ടായിട്ടാണ് നിങ്ങൾ ആശുപത്രി പോയത്? അത് ക്യാൻസർ രോഗിയായിരുന്നു. 8 മാസമായിട്ട് അസുഖമായിരുന്നു. 1 മാസമേ ഉള്ളൂ മെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞിവിടെ വന്നിട്ട് ഇപ്പോൾ 1 മാസം ആവുന്നില്ല. കറണ്ട് ഇല്ലാതെ ഭയങ്കര ദുർഘടമാണ്. അതുകൊണ്ട് 3-4 കന്നാലിയും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പോൾ വൈഫ് ആശുപത്രിയിലാണ്. 3-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ കറണ്ട് കട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശുപത്രിയിലാണെന്ന് ഈ നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞതിന് ശേഷമാണ് ഈ വീണ്ടും കട്ട് ചെയ്തതെന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം. ഇത്തരത്തിൽ ഇവർ KSB പറയുന്നത് ഇത്തരത്തിൽ അവരറിഞ്ഞിട്ടില്ല, അങ്ങനെ സാധാരണ ഇതിൽ ബില്ല് അടയ്ക്കാത്തത് കൊണ്ട് കട്ട് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഇത്തരം വെള്ളം ഉണ്ടെന്ന് അവർക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ? വെള്ളം തീർച്ചയായിട്ടും വെള്ളം ഉണ്ടായിരുന്നു. ഈ അയൽവാസികൾ പറഞ്ഞു അത് ഊരി മാറ്റരുതെന്ന് പറഞ്ഞതാണ്. അത് കേൾക്കാതെ അവർ ഊരിക്കൊണ്ട് പോയി. അപ്പം ഈ ക്യാൻസർ പേഷ്യൻ്റായ ആളെ ഞാൻ ഇത്രയും മറ്റം വെള്ളത്തിലാണ് ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോകുന്നത്. അതിന് പിന്നാലെ അവർ ഇത് കുത്താൻ വന്നു. ഞാൻ പ്രതിഷേധിച്ചു. ഇവിടെ പറ്റത്തില്ല. ഈ 3-ാം തീയതി കട്ട് ചെയ്ത കാര്യം ഇപ്പം ഞാൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയപ്പോൾ എന്തിനു കുത്താൻ വന്നു? ഞാൻ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു. ആള് തിരിച്ചു പോയി. ഇവിടെ കുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത്രയും ദിവസം ഇല്ലാത്ത കാരുണ്യമൊന്നും ഈ മനുഷ്യന് വേണ്ട. ഈ മനുഷ്യൻ 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ഇവിടെ ഇരുട്ടി കിടന്നു. KSB-കാർ എവിടെ ആയിരുന്നു? ഇല്ലേ കൗൺസിലർ അധികാരികൾ ഇതിന് ഉത്തരം പറയണം ഇതിന്. ഊരരുത്, അവിടെ അസുഖമുള്ള ആളാ കിടക്കുന്നതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ, എന്നിട്ട് അവർ സമ്മതിക്കാതെ വന്ന് ഊരിക്കൊണ്ട് പോയതാ. നിങ്ങൾ അതിനോട് പറഞ്ഞോ അവരോട് ക്യാൻസർ ആണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ? ഇവിടെ ഈ കിടക്കുന്ന ആൾക്കാരെല്ലാം മൊത്തം പറഞ്ഞു. അന്നേരം അവരൊന്നും കേൾക്കാതെ കട്ട് ചെയ്ത് അവർ മേളിൽ നിന്നുള്ള ഓർഡറാണ്. ഒരു തരത്തിലും ജോലിക്ക് പോകാൻ കഴിയില്ല, ഉപജീവന മാർഗമില്ല. മാത്രമല്ല ഭാര്യയും ഭർത്താവിനും ആരോഗ്യ പ്രശ്നമുണ്ട്. ഭാര്യയെ സംബന്ധിച്ച് ക്യാൻസറിന്റെ ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം നിലനിൽക്കുന്ന കുടുംബമാണ്. അപ്പോൾ ഈ കറണ്ട് കട്ട് ചെയ്യാനെത്തിയപ്പോൾ അവരോട് കട്ട് ചെയ്യരുത്, വെള്ളം കയറി നിൽക്കുന്ന സമയമാണെന്ന് നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞിട്ടും വീണ്ടും കട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ KSB-യിൽ വിളിക്കുമ്പോൾ അത്തരത്തിൽ 3-ാം തീയതി കട്ട് ചെയ്തു എന്ന കാര്യം KSB തന്നെ ഓൺ ചെയ്യുന്നുണ്ട്. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ ദുരന്തത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ അത്തരം മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കൂടി പരിഗണിക്കണം എന്നുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന വിമർശനം. ഏതാണെങ്കിലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഈ വാർഡ് കൗൺസിലിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണ്. നാട്ടുകാർ ഉൾപ്പെടെയും പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന അവർ ഇത്തരം കാര്യങ്ങൾ വന്ന ആളുകളോട് പറഞ്ഞിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലാണ്, ജോലിക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല, വീട് വെള്ളം കയറി ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ഉൾപ്പെടെ പറഞ്ഞിട്ടും കട്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പ്രദേശത്തൊക്കെ ഉൾപ്പെടെ ഒരു വീടുകളിലും താമസിക്കാൻ കഴിയുന്ന സാഹചര്യമായിട്ടില്ല. ഇപ്പോഴും വെള്ളം കയറി നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോഴാണ് KSB-യുടെ ഭാഗത്ത് ഇത്തരത്തിൽ നടപടി ഉണ്ടായി എന്നുള്ള വിമർശനം ഉയർന്നത്. ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.